പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോഫി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ നേരത്തെ 4 വട്ടം സാക്ഷ്യം പറഞ്ഞതാണ്. ഞാനൊരു ജാക്കബൈറ്റ് വിശ്വാസിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത കുഞ്ഞ്, ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്. ഞാൻ നേരത്തെ 4 വട്ടം സാക്ഷ്യം പറഞ്ഞതാണ്. ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള വിസയുടെ ആവശ്യങ്ങൾക്കും അതുപോലെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പാൽപിറ്റേഷൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് സാക്ഷ്യം 4 തവണ ഇവിടെ പറഞ്ഞതാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മൂത്ത കുഞ്ഞ് എപ്പോഴും ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു കരച്ചിലും ഈശോയോട് എപ്പോഴും പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് പ്രഗ്നൻസി ഫസ്റ്റ് ഡെലിവറിയെ തുടർന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം 2-3 സർജറികൾ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പം അതിനെ തുടർന്നുണ്ടായ കോംപ്ലിക്കേഷൻസും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കാരണം എനിക്ക് രണ്ടാമതൊരു പ്രഗ്നൻസി സാധ്യമാകുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം മെയ് 15-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് നിയോഗം വെച്ചു, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് സ്വീകരിച്ചു. കുടുംബമായിട്ട് ഞങ്ങൾ വന്ന് ബ്ലെസ്സിങ് സ്വീകരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ മദർലോയെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഞങ്ങളുടെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ടൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ അമ്മയെ കൂടെ കൊണ്ടുപോയി. അത് അവിടെ ചെന്ന് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അത് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധ്യമായതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അതനുസരിച്ച് എല്ലാ മറ്റുള്ള സൈഡുകളിൽ നിന്നും, അതായത് എനിക്ക് ആർത്രൈറ്റിസ് ജോയിൻറ്റ് പെയിൻറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ റുമറ്റോളജിയുടെ സൈഡിൽ നിന്നും അതുപോലെ ഹാർട്ട് റേറ്റിൻ്റെ ഇഷ്യൂസ് മാറി. എങ്കിൽ പോലും ഗൈനക്കോളജിസ്റ്റ് അവരുടെ എല്ലാ സൈഡിൽ നിന്നും കൺസെൻറ്റ് വാങ്ങിച്ച് അവരെല്ലാം ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. അങ്ങനെ അയർലൻഡിൽ ചെന്ന് അവിടെ വെച്ച് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഫസ്റ്റ് 3 മന്ത്സ് നമുക്കറിയാമല്ലോ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു 3 മന്ത്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സമയത്തും അമ്മ ഞങ്ങൾ മദറിനോ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഞാനവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രഗ്നൻസിയുടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാനും കുടുംബത്തെ നോക്കുവാനും ഒക്കെ ആയിട്ട് മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അത് കഴിഞ്ഞ് 4th മന്ത് ആയപ്പോഴത്തേക്ക് അമ്മ നാട്ടിലേക്ക് വരികയും ഞാനൊരു 5th മന്ത് കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ പോരാമെന്ന് നാട്ടിൽ ഡെലിവറി ചെയ്യാമെന്നും തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ, അതായത് ഒരു 3-4 ഡേയ്സ് മുന്നേ എനിക്കൊരു പെട്ടെന്നൊരു പനി വരികയും, അതായത് അവിടുത്തെ നമ്മൾ ഫ്ലൂ വരികയും അതിനെ തുടർന്ന് പനിയുടേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, വിറയൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാനൊരു മരുന്ന് കഴിക്കുകയും അതെനിക്ക് പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ ആവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ കയ്യിലെടുത്തത്, ഹസ്ബൻഡിനോട് പറഞ്ഞത് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലെടുക്കാനായിരുന്നു. മാതാവിൻ്റെ കാശുരൂപം എടുത്തു. അവിടെ ചെന്നു. എമർജൻസി ചെന്നപ്പോൾ തന്നെ എല്ലാ ഡോക്ടേഴ്സും, നമുക്കറിയാം അവിടുത്തെ വിദേശത്തുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയത് മുഴുവനും മലയാളി ഡോക്ടേഴ്സും മലയാളി നഴ്സുമാരുമായിരുന്നു എന്നെ കെയർ ചെയ്യാൻ കിട്ടിയത്. അവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് ഒട്ടേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഫ്ലൂ ആയതുകൊണ്ട് അവരവിടെ ഐസൊലേറ്റ് ചെയ്തു. ഹസ്ബൻഡും കുഞ്ഞും വീട്ടിലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലും. ആ സമയത്തെല്ലാം മാതാവിൻ്റെ ഒത്തിരി സംരക്ഷണം എനിക്ക് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരികയും ആ സമയത്ത് ടിക്കറ്റ് എടുത്തെങ്കിൽ നാട്ടിൽ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 1 വീക്കിന് ശേഷം നാട്ടിൽ വരാനായിട്ട് ടിക്കറ്റ് എടുത്തു. നാട്ടിൽ വരാനിരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മോന് പനി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവനും പനി നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കയറി പോരുകയായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെയും കഴുത്തിൽ ഞങ്ങൾ മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും മാലയിലോ കൊന്തയിലുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം മോൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അവൻ്റെ കഴുത്തിൽ ഞാൻ നൂലിട്ട് കെട്ടി കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ എത്തുന്നതും വരെയും ഇവന് കണ്ടിന്യൂസ് ഫീവറായിരുന്നു. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടിയിട്ട് കുഞ്ഞ് നോർമൽ അല്ലാത്ത പോലെയൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു 8 ഡോസോളം പാരസെറ്റമോൾ അവിടെ തൊട്ട് ഇവിടെ വരെയും കൊടുത്തിട്ടാണ് കുഞ്ഞിനെ നാട്ടിലെത്തിക്കുന്നത്. ആ സമയം വരെയും മാതാവിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ് അവനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീവർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിക്സ് വരും. അപ്പോൾ അതിൻ്റേതായൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ ഫ്ലൈറ്റിൽ AC ആയിരുന്നു
ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ ആ സമയത്ത് പോലും ഇവനെ ഞാൻ അവിടെ ടപ്പറ്റ് സ്പഞ്ച് കൊടുത്താണ് നാട്ടിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ലഗേജ് വെച്ചിട്ട് നേരെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പം കംപ്ലീറ്റ് ആ ഒരു ട്രാവലിംഗ് ടൈം മുഴുവനും മാതാവിൻ്റെ ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു, ഡോക്ടറെ കണ്ടു, ഇവന് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഓക്കെ ആയി. ഞാൻ പ്രഗ്നൻസിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡോക്ടറെ കണ്ടു. അപ്പം സ്കാൻ ചെയ്തു, 7 മന്തിൻ്റെ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ പൊക്കിൾ കോടി കഴുത്തിൽ ചുറ്റിയിരിക്കുകയെന്ന് അറിഞ്ഞു. അതിനുശേഷം തുടരെയുള്ള സ്കാനിങ്ങുകളും ചെക്കപ്പുകളുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുഞ്ഞ് കിടക്കുന്ന പോർഷനിലുള്ള ഫ്ലൂയിഡ് കുറവായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്ക് പെയിൻ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 34 വീക്സ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 36 വീക്സ് ആവുന്നതിനും വരെ വെയിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇൻ കേസ് ഇതിനകം എന്തെങ്കിലും എമർജൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ സിസേറിയൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു 36 വീക്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ ഹസ്ബൻഡും വരണമായിരുന്നു ഡെലിവറി സമയത്ത്. വേറെ നമുക്ക് ഹെൽപ്പിനായിട്ട് ഹസ്ബൻഡും കൂടെ വരണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ഫെബ്രുവരി 26 വരികയും ഫെബ്രുവരി 27 എനിക്ക് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അപ്പം ഇതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ രാത്രി സ്വപ്നം കാണുകയാണ്. ഡോക്ടർ എന്നോട് 27 ഓപ്പറേഷൻ നടത്താമെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു. അത് വലിയൊരു സ്റ്റാച്ചു, ഒരു വൈറ്റ് കളറിലൊരു വലിയ സ്റ്റാച്ചു, അതിൽ മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതുപോലെ ഒത്തിരി നമ്മുടെ ബൈബിൾ വചനത്തിലൂടെയും സ്വപ്നത്തിലൂടെയൊക്കെ മാതാവ് ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരി 24 അതായത് 26 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ എനിക്കതുപോലെ 2 ദിവസം മുന്നേ നീലത്തിരി കത്തിച്ച് രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ തിരിക്കകത്ത് 7 എന്നുള്ളൊരു നമ്പർ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ആ തിരി ഇങ്ങനെ ആളി കത്തുകയും അതിനകത്ത് 7 എന്നൊരു നമ്പർ വരുന്നതായിട്ട് എനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഫെബ്രുവരി 26 ഡെയിലി ബ്രെഡിൽ രാവിലെ അച്ഛൻ പറയുകയുണ്ടായി 7 എന്ന നമ്പർ ഗോൾഡൻ ലെറ്ററിൽ കാണുകയും അതിനുവേണ്ടി കാത്തിരിക്കുന്ന എന്തോ കാര്യം സാധിക്കാൻ പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. 7 എന്നോട് ഡോക്ടർ തലേന്ന് വന്ന് രാത്രി പറയുകയാണ് നാളെ വെളുപ്പിന് 7-നും 7:30 ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 27 എന്നുള്ള ഡേറ്റിൽ 7-നും 7:30 എന്നെ ആ ഒരു ടൈമിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്തു. 8:10 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. അതിന് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഡോക്ടേഴ്സൊക്കെ പല കോംപ്ലിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും വരുത്താതെ അമ്മ മാതാവ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അയർലൻഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജോയിൻ പെയിനും കാര്യങ്ങളുമായി, അതുപോലെ കുഞ്ഞിന് ഹസ്ബൻഡിനൊക്കെ അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞങ്ങൾ അവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രോസസ്സിങ് ചെയ്തിരുന്നു, ഓസ്ട്രേലിയയിലേക്ക് പ്രോസസ്സിങ് ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ നിയോഗത്തിൽ വെച്ചിരുന്നു മാതാവ് അനുഗ്രഹിച്ച് അതനുസരിച്ച് മൈഗ്രേഷൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഇപ്രാവശ്യം വന്നപ്പോൾ മാതാവ് ഓസ്ട്രേലിയയുടെ വിസ നൽകി. ഇപ്പം ഹസ്ബൻഡിന് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. ടെമ്പററി വിസയാണ്, 2 വർഷത്തേക്കുള്ള വിസ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് നെക്സ്റ്റ് വീക്ക് പോകും. ഞാനും കുഞ്ഞുങ്ങളും പിന്നീട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം എനിക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞാലും എക്സാം എഴുതണം, വീണ്ടും രജിസ്ട്രേഷൻ എടുക്കണം. ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ മാതാവും ഈശോയും ചേർന്ന് അതെല്ലാം സാധ്യമാക്കി തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പത്രം വാങ്ങി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലും, പ്രാർത്ഥിച്ച് നമ്മുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഞാൻ കൊണ്ടുനടന്ന് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ കുടുംബ പ്രാർത്ഥന, അതുപോലെ തന്നെ ജപമാല ചൊല്ലുന്നത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ബൈബിൾ വായന, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രഗ്നൻസി ടൈം വന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ. അതല്ലാതെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒട്ടേറെ വളരുവാനും ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് ഈശോയെ അമ്മയെ മുൻനിർത്തി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈശോയെ അമ്മയെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കുർബാന കൂടാനും കുമ്പസാരിക്കാനും ഒക്കെയുള്ള നമുക്ക് ഒരു
ചെയ്യാനായിട്ടുള്ള ഒരു സമർപ്പിച്ച് അത് ചെയ്യുവാനായിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ കൃപകൾ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളാണ്. ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്നില്ല, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ നമ്മെ മാറ്റും, നമ്മെ ശക്തരാക്കും, നമ്മെ ധൈര്യപ്പെടുത്തും. ഉടമ്പടി എന്നത് ദൈവത്തോടുള്ളൊരു വിശ്വാസവും സമർപ്പണവുമാണ്. ഓരോ ഉടമ്പടി മക്കൾ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും വലിയ അനുഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളായിട്ട് ഓരോ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. സോഫി കൊച്ചുകുഞ്ഞ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഇത് 5ാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിച്ചപ്പോൾ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോയുടെ അരികിലാണ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അത് സാധ്യമാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ. കാരണം ഫസ്റ്റ് ഡെലിവറിയിൽ വളരെയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരിയേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് കൺസീവിങ് ഡൗട്ട്ഫുൾ ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിന് പ്രകാരം ഈ മകൾ കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ സൈത്ത് നൽകി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരിച്ച് വിദേശി എന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മകൾ കൺസീവ് ആയി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെയുമല്ല, ഡെലിവറിയുടെ സമയത്തും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നപ്പോൾ അവരുടെ യാത്രയുടെ സമയത്തും വളരെ ഹൈ ഫീവറായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. മക്കളുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി വസ്തുക്കളുണ്ട്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും നേർച്ച വസ്തുക്കളായ ഉപ്പുമൊക്കെ തേച്ച് പ്രാർത്ഥിച്ച്, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇവർക്ക് ഓൾ ത്രൂ ദ ജേർണി ദേ ഫെൽറ്റ് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധി വന്നത്. തന്നെയുമല്ല, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൂടെയുള്ളത്. ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവുമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെയാണ് 27 എന്ന അക്കം സ്വപ്നത്തിൽ കാണിക്കുകയും 7 എന്ന അക്കം മെഴുകുതിരിയിൽ തെളിയിക്കുകയും ഉടമ്പടി ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ 7 എന്ന അക്കം വീണ്ടും ഗോൾഡൻ ലെറ്ററിൽ കാണുവാൻ സാധിക്കുന്നു. അത് 7 എന്ന വീണ്ടും വീണ്ടുമുള്ള അക്കത്തിൻ്റെ പ്രാധാന്യവും ഈ മകൾ പറയുന്നുണ്ട്. അമ്മ തന്ന ഗിഫ്റ്റ് 27-ാം തീയതിയാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അവിടെയും നമുക്കറിയാം, ഡിസംബർ 7, 2004 ഡിസംബർ 7-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് ഈ ആലയത്തിൽ. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യവും നടക്കുന്നത് 7 എന്ന ഡേറ്റിനുണ്ട് എന്നാണ്. ഇതും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് തന്നെയാണ്. ഈ കൊച്ചു കുഞ്ഞ് ജനിച്ചതും 27 എന്ന ഡേറ്റിലാണ്, 7 എന്ന അമ്മ കാണിച്ചു കൊടുക്കുന്ന ഡേറ്റിലാണ്. നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. ഈശോയും അമ്മയും നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. പരിശുദ്ധമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ദുരന്തം വരാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അരികിൽ ഇവിടെ വന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ലതായാലും ചീത്തയായാലും എന്തായാലും കാരണമായാലും അമ്മ എപ്പോഴും നമുക്കൊരു സിഗ്നൽ തരുന്നുണ്ട്, ഒരു അടയാളം തരുന്നുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്കും അടയാളം ലഭിച്ചിരുന്നു. അതിന് പ്രകാരം 27-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. തന്നെയുമല്ല, അവിടെയും ഡെലിവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയും ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഇവരുടെ കൂടെയുണ്ട്, ഇവരുടെ ഒപ്പമുണ്ട്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെയുണ്ട്. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഈ മക്കൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനാണ്. തന്നെയുമല്ല, മകന് ഓസ്ട്രേലിയക്കുള്ള വിസയിൽ ലഭിച്ചതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൽ സമർപ്പിക്കാം.
നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ജീവിതം ദൈവവചനത്തിനനുസരിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ വഴിയിൽ ഈശോയും അമ്മയും ചൊരിയുന്നതായിട്ടാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കഷ്ടതകൾ ദൈവത്തിലേക്ക്, നമ്മുടെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ശക്തി ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവം നമുക്ക് ശക്തി പൂർണ്ണമായി പ്രകടപ്പെടുത്തുന്നതാണ് വചനം പറയുന്നത്. നമ്മുടെ ബലഹീനതകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സോഫി കൊച്ചുകുഞ്ഞിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.